പ്രണയം എന്ന വികാരം ഇപ്പോൾ പകപോക്കലിൻ്റെയും കൊലപാതകത്തിൻ്റെയും നിർവചനമായി മാറിയിരിക്കുന്നു. ഗ്രീഷ്മ എന്ന 23-കാരി സ്വന്തം പ്രണയിതാവായ ഷാരോൺ രാജിനോട് ചെയ്തത്ര ക്രൂരതയോളം രാജ്യത്ത് മറ്റൊരു പ്രണയക്കൊല നടന്നിട്ടുണ്ടാകില്ല. കൊലപാതകം നടത്തിയ രീതി കൊണ്ടും കൊല നടത്തിയത് ഒരു കൗമാരക്കാരിയായതുകൊണ്ടും അന്വേഷണ സംഘത്തിൻ്റെ പഴുതടച്ചുള്ള അന്വേഷണ രീതി കൊണ്ടും ഒടുവിലവൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതുമൊക്കെ കൊണ്ടാണ് ഷാരോൺ വധക്കേസ് ഇത്രയധികം ചർച്ചയാകുന്നത്. എന്നാൽ കേരളത്തിൽ ഇത് ആദ്യത്തെ പ്രണയക്കൊലയല്ല. ഇതിനു മുമ്പും കേരളത്തിൽ പ്രണയിതാക്കളെ വെട്ടിയും കുത്തിയും വെടിവെച്ചും കത്തിച്ചുമൊക്കെ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൗമാരക്കാർക്കിടയിൽ പ്രണയപ്പക വർദ്ധിച്ചു വരികയാണ് എന്നുള്ളത് ഒരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. പ്രണയിതാക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയ കൗമാരക്കാരിൽ പലരും ഇപ്പോൾ ശിക്ഷ കാത്തു കഴിയുകയാണ്. കേരളത്തിൽ നടന്ന കൗമാര പ്രണയ കൊലകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. 2016 ജനുവരി 27-നാണ് ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോ സ്റ്റാൻഡിനടുത്തുള്ള ഇടവഴിയിൽ വെച്ച് പാലാംകോണം സ്വദേശിനിയായ സൂര്യ എന്ന 26-കാരി വെട്ടേറ്റ് കൊല്ലപ്പെടുന്നത്. പിരപ്പൻകോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായിരുന്നു സൂര്യ. കൊല നടത്തിയത് വെഞ്ഞാറമൂട് വയ്യേറ്റ് സ്വദേശി ഷൈനി ഭവനിൽ PS ഷൈജു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് സൂര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഷൈജു സൂര്യയെ കാണുന്നതും പരിചയപ്പെടുന്നതും. കൊലപാതകം നടത്തുന്നതിന് 3 ദിവസം മുൻപ് വിവാഹാലോചനയുമായി ഷൈജു സൂര്യയുടെ വീട്ടിലെത്തിയിരുന്നു. സൂര്യ മറ്റൊരു വിവാഹത്തിന് തയ്യാറായതാണ് ഷൈജുവിനെ പ്രകോപിപ്പിച്ചതും കൊലപാതകത്തിലേക്ക് നയിച്ചതും. കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കെ ഷൈജു ആത്മഹത്യ ചെയ്തു. 2019 ഏപ്രിൽ 4-ന് നീതു എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയത് ആൺ സുഹൃത്തായ നിതീഷ്. പുലർച്ചെ ബൈക്കിൽ നീതുവിൻ്റെ വീടിന് പിൻവശത്തെത്തിയ പ്രതി പിൻവാതിലിലൂടെ വീടിനുള്ളിലെത്തുകയും കുളിമുറിയിൽ വെച്ച് നീതുവിനെ കഴുത്തിലും നെഞ്ചിലും വയറ്റിലും കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. IT കമ്പനി ജീവനക്കാരനായ നിതീഷ് കൊല നടത്തണമെന്ന ഉദ്ദേശത്തോടെ കത്തിയും പെട്രോളും വിഷവും വാങ്ങിക്കൊണ്ടാണ് നീതുവിൻ്റെ വീട്ടിലെത്തിയത്. 2019 ഒക്ടോബറിൽ എറണാകുളം കാക്കനാട് അത്താണിയിൽ 17-കാരിയായ ദേവികയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് മിഥുൻ എന്ന യുവാവാണ്. കൊല്ലപ്പെട്ട ദേവികയും മിഥുനും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. മിഥുനിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് ദേവികയും താൻ ആത്മഹത്യ ചെയ്യുമെന്ന് മിഥുനും സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ദേവികയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യാൻ ഉറച്ച് അവളുടെ വീട്ടിലെത്തിയ മിഥുൻ മാതാപിതാക്കളുടെ മുന്നിലിട്ട് ദേവികയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. പിന്നീട് ഇയാളും ആത്മഹത്യ ചെയ്തു. മകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ദേവികയുടെ പിതാവ് ഷാലറ്റിനും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. 2021 ജൂൺ 30-ന് പ്രണയപ്പകയിൽ കൊല്ലപ്പെട്ടത് കോതമംഗലത്ത് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന മാനസ. പ്രണയപ്പകയായിരുന്നു ഈ കൊലപാതകത്തിനും കാരണം. പ്രതിയായ രഖിൽ വെടിവെച്ചാണ് കൃത്യം നടപ്പിലാക്കിയത്. മാനസയുടെ താമസ സ്ഥലത്തെത്തി അവളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ രഖിൽ തൊട്ടു പിന്നാലെ ആത്മഹത്യ ചെയ്തു. രഖിൽ ആത്മഹത്യ ചെയ്തെങ്കിലും രഖിലിനെ കൃത്യം നടത്താൻ സഹായിച്ച മുഴുവൻ പേരെയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. 2021 ഒക്ടോബർ 1-നാണ് പാലാ സെൻറ് തോമസ് കോളേജ് വിദ്യാർത്ഥിനി നിധിന മോളെ സഹപാഠിയും സുഹൃത്തുമായിരുന്ന അഭിഷേക് ബൈജു കൊലപ്പെടുത്തിയത്. പേപ്പർ കട്ടർ കൊണ്ട് അതിക്രൂരമായി കഴുത്തറുത്താണ് അഭിഷേക് നിധിനയെ കൊലപ്പെടുത്തിയത്. കൃത്യം നടത്തിയതിനു ശേഷം സംഭവസ്ഥലത്തു നിന്നും കടന്നുകളഞ്ഞ അഭിഷേക് പിന്നീട് പോലീസിൻ്റെ പിടിയിലായി. കോളേജിൽ പരീക്ഷ എഴുതാനായി എത്തിയപ്പോഴായിരുന്നു അതിദാരുണമായി വൈക്കം സ്വദേശിയായ നിധിന കൊല്ലപ്പെട്ടത്. ഒരാഴ്ചയോളം എടുത്ത് നടത്തിയ ആസൂത്രണത്തിനൊടുവിലാണ് പ്രതി കൊല നടത്തിയത് എന്നാണ് കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത്. നിധിന തൻ്റെ മുൻ കാമുകനുമായി വീണ്ടും അടുത്തെന്ന സംശയമാണ് പ്രതിയെ കൊല നടത്താൻ പ്രേരിപ്പിച്ചത്. 2022 ജൂൺ 17-നാണ് മലപ്പുറം ജില്ലയിലെ ഏലംകുളം ഏളാട് ചെമ്മാട്ടിൽ വീട്ടിൽ ബാലചന്ദ്രൻ്റെ മകൾ ദൃശ്യ എന്ന 21-കാരി സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച് കുത്തേറ്റു മരിച്ചത്. ഒറ്റപ്പാലം നെഹ്റു കോളേജിലെ 3-ാം വർഷ LLB വിദ്യാർത്ഥിനിയായ ദൃശ്യയെ കൊലപ്പെടുത്തിയത് +2-ന് ഒപ്പം പഠിച്ചിരുന്ന വിനീഷ് വിനോദ് എന്ന 21-കാരൻ. പ്രണയം നിരസിച്ചതായിരുന്നു കൊലപാതകത്തിനു കാരണം. മകളെ വിവാഹം ചെയ്തു നൽകണമെന്നാവശ്യപ്പെട്ട് വിനീഷ് ദൃശ്യയുടെ പിതാവ് ബാലചന്ദ്രനെ സമീപിച്ചിരുന്നു. നേരിട്ടും ഫോണിലൂടെയും വിനീഷിൽ നിന്ന് ഉപദ്രവം നേരിട്ടതോടെ ബാലചന്ദ്രൻ പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് വിനീഷിനെ വിളിച്ചു വരുത്തി താക്കീത് നൽകുകയും ചെയ്തിരുന്നു. കൃത്യം നടത്താനുള്ള പദ്ധതി തയ്യാറാക്കിയെത്തിയ വിനീഷ് ആദ്യം ബാലചന്ദ്രൻ്റെ കടയ്ക്ക് തീയിടുകയാണ് ചെയ്തത്. അയാൾ വീട്ടിലില്ല എന്നുറപ്പിക്കാനായിരുന്നു ഇത്. കടയ്ക്ക് തീയിട്ടതിനു ശേഷം ദൃശ്യയുടെ വീട്ടിലെത്തിയ വിനീഷ് 2-ാം നിലയിലെ കിടപ്പുമുറിയിൽ ഉറങ്ങുകയായിരുന്ന ദൃശ്യയെ കുത്തിക്കൊലപ്പെടുത്തി. 20 കുത്തുകളാണ് ദൃശ്യയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ദൃശ്യയുടെ മുറിയിൽ നിന്ന് ബഹളം കേട്ടെത്തിയ സഹോദരി ദേവശ്രീക്കും കുത്തേറ്റിരുന്നു. കൊല നടത്തിയതിനു ശേഷം ഓട്ടോയിൽ കയറി രക്ഷപ്പെടാനൊരുങ്ങിയ വിനീഷിനെ ഓട്ടോ ഡ്രൈവർ തന്ത്രപരമായി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു.
റിമാൻഡിലായ വിനീഷ് ജയിലിൽ വെച്ച് കൊതുകുതിരി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. പിന്നീട് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ച ഇയാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. അവിടെ നിന്ന് ഇയാൾ ചാടിപ്പോവുകയും പിന്നീട് പിടിയിലാകുകയും ചെയ്തിരുന്നു. 2022 ഒക്ടോബർ 22-നാണ് പാനൂർ വള്ളിയായിലെ വിഷ്ണുപ്രിയ കൊല്ലപ്പെടുന്നത്. കൊല്ലപ്പെടുമ്പോൾ അവൾക്ക് പ്രായം 23. കാമുകനായ ശ്യാംജിത്താണ് വിഷ്ണുപ്രിയയെ കുത്തി കൊലപ്പെടുത്തിയത്. 29 കുത്തുകളാണ് അവളുടെ ശരീരത്തിലുണ്ടായിരുന്നത്. അതിൽ 10 എണ്ണം മരണശേഷമുണ്ടായതാണ്. വിഷ്ണുപ്രിയയുടെ മരണം ഉറപ്പിച്ചിട്ടാണ് ശ്യാംജിത്ത് കത്തി താഴെയിട്ടത്. കൊലപാതകം നടത്തുന്നതിന് 2 ദിവസം മുൻപ് ശ്യാംജിത്ത് കൂത്തുപറമ്പിലെ ഒരു കടയിൽ നിന്ന് ചുറ്റികയും കയ്യുറയും വാങ്ങിയിരുന്നു. സംഭവത്തിന് ദൃക്സാക്ഷികൾ ഇല്ലായിരുന്നു എന്നത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. 5 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നടന്ന പ്രണയ കൊലകളായിരുന്നു ഇതെല്ലാം. ഇതിൽ കൊല ചെയ്യപ്പെട്ടവരിലും കൊലപാതകം നടത്തിയവരിലും കൂടുതൽ പേരും കൗമാരക്കാരായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. പ്രണയപ്പകയിലും പ്രണയ നൈരാശ്യത്തിലും നടത്തിയ കൊലപാതകങ്ങളായിരുന്നു ഇതെല്ലാം. അതിക്രൂരമായും ആസൂത്രിതമായിട്ടുമാണ് ഓരോ കൊലയും നടത്തിയത് എന്നുള്ളതാണ് എല്ലാ സംഭവങ്ങൾക്കുമുള്ള സാമ്യത. ഇതിൽ ചില കേസുകളിലെ പ്രതികളെ ജീവപര്യന്തം ശിക്ഷിച്ചു, ചിലർ വിചാരണ കാത്തുകഴിയുന്നു. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തയായത് ഗ്രീഷ്മ മാത്രം. ഇത്തരം സംഭവങ്ങളിൽ പ്രതിസ്ഥാനത്തുള്ള ഒരേയൊരു സ്ത്രീയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതും ഗ്രീഷ്മയാണ്. കേരളത്തിൽ നടക്കുന്ന പല ആത്മഹത്യകളുടെയും പിന്നിൽ പ്രണയ നൈരാശ്യങ്ങളാകാം. ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.